Hello friends, welcome to Capsule Learning. 6th NCERT ഹിസ്റ്ററി ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ വാട്ട് വേർ ഹൗ ആൻഡ് വെൻ ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ നെയിം തന്നെ കൊടുത്തിരിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് വേർ ഹൗ ആൻഡ് വെൻ. നമ്മൾ ഈ 6th NCERT മുതലാണ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഈ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസിന് എല്ലാ ആൻസേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് വരുന്നത് വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദ പാസ്റ്റ്. നമുക്ക് പാസ്റ്റിനെ പറ്റിയിട്ട് എന്തൊക്കെ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും പാസ്റ്റിനെ പറ്റിയിട്ട്, അല്ലേ? ആ സമയത്തുള്ള മനുഷ്യർ എന്തൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്, അവരുടെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു അവർ ജീവിച്ചത്, അതുപോലെ അവരുടെ ഒക്യുപ്പേഷൻസ് എന്തൊക്കെയായിരുന്നു. ഹണ്ടേഴ്സ് ഉണ്ടാവും, ഹേർഡേഴ്സ് ഉണ്ടാവും, ഫാമേഴ്സ് ഉണ്ടാവും, റൂളേഴ്സ്, മെർച്ചൻസ്, അല്ലേ? അതായത് കൃഷിക്കാരുണ്ടാവും, ആ സമയത്ത് കച്ചവടക്കാരുണ്ടാവും, പ്രീസ്റ്റ് ഉണ്ടാവും, ആർട്ടിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അവരുടെ എന്തൊക്കെ ഒക്യുപ്പേഷൻസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ ആ സമയത്ത് കുട്ടികൾ എന്തൊക്കെ ഗെയിംസ് ആയിരുന്നു കളിച്ചിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അവരെന്തൊക്കെ സ്റ്റോറീസാണ് ആ സമയത്ത് കേട്ടിട്ടുണ്ടാവുക. ഇങ്ങനത്തെ കുറേ ഡൗട്ട്സൊക്കെ നമുക്കും ഉണ്ടാവും, അല്ലേ? അപ്പം അതാണ് ഈ വാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വേർ ഡിഡ് പീപ്പിൾ ലീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് നമ്മൾ നോക്കി, നെക്സ്റ്റ് വരുന്നത് വേറാണ്. വേറിൽ എന്താണ്? വേർ ഡിഡ് പീപ്പിൾ ലീവ്, എവിടെയായിരുന്നു ആ സമയത്ത് ഈ മനുഷ്യരൊക്കെ താമസിച്ചിരുന്നത്. ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ NCERT കുറച്ച് പ്ലേസസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്ലേസസൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ്യൻസൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ പ്രിലിംസിൽ അങ്ങനെ ചോദിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം അത് നോക്കാം. People have lived along the banks of the rivers for several 100,000 years. ഓക്കെ, അപ്പോൾ ആ സമയത്ത് മനുഷ്യർ ഓൾറെഡി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്, വെള്ളം ഉള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ മനുഷ്യർ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ റിവറിൻ്റെ അടുത്തായിരുന്നു മനുഷ്യർ കൂടുതൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. NCERTയിൽ ഇവിടെ ഒരു റിവറിനെ പറ്റി ഈ ഇതിൽ മെൻഷൻ ചെയ്യുന്നത് നർമ്മദ റിവറാണ്. ഓക്കെ, അപ്പം റിവർ എവിടെയാണ്, നർമ്മദ റിവർ എവിടെയാണ്, നർമ്മദ റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് അതൊക്കെ ചെക്ക് ചെയ്യണം. അതൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ ഓൾറെഡി പഠിക്കുന്നതാണ്, പക്ഷേ ഹിസ്റ്ററിയിൽ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റിവറിൻ്റെ ബാങ്കിലാണ് കുറേ പേര് താമസിച്ചത്, അല്ലേ? അപ്പം ആ സമയത്തൊന്നും ആദ്യകാലങ്ങളിലൊന്നും കൃഷിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെങ്ങനെയായിരിക്കും കഴിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്യാദർ ചെയ്യും. ഓക്കെ, അപ്പം കുറേ പേരൊക്കെ അതുകൊണ്ട് തന്നെ സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല, അപ്പോൾ അവർക്ക് കഴിക്കേണ്ടത് കൊണ്ട് സ്കിൽഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു കുറച്ച് പേര്. പിന്നെ അതുപോലെ തന്നെ ഗ്യാദേഴ്സ് മാത്രമല്ല, ഇവർ ഹണ്ട് ചെയ്യുകയും കൂടെ ചെയ്യുമായിരുന്നു ആനിമൽസിനെ. ഓക്കെ, ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ട് കഴിക്കുമായിരുന്നു. ഓക്കെ, അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കാരണം അവർ ആ സമയത്ത് കൃഷിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ അവർ ഈ നടന്നു പോയി കണ്ടുപിടിച്ചിട്ട് കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളെ അവർ ഹണ്ട് ചെയ്തിട്ട് കഴിക്കുമായിരുന്നു. ഓക്കെ, പിന്നെ പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ കൃഷി ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 8000 years എഗോ ആണ് നമ്മുടെ സുലൈമാൻ റേഞ്ചസ്, കിർത്താൻ ഹിൽസ്, ആ റീജിയനിലൊക്കെ ഈ ക്രോപ്സ് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അവിടെ ആദ്യമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്? വീറ്റും ബാർലിയും ആണ്. ഓക്കെ, അപ്പം ഈ 2 പ്ലേസസ് നോട്ട് ചെയ്യുക, സുലൈമാൻ റേഞ്ച് ആൻഡ് കിർത്താർ ഹിൽസ്. ഇവിടെയാണ് ആദ്യമായിട്ട് ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. വീറ്റും ബാർലി ആയിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 8000 years എഗോ. ഓക്കെ, 8000 വർഷങ്ങൾക്ക് മുൻപ്. കൃഷി ചെയ്യുക മാത്രമല്ല, പീപ്പിൾ ഓൾസോ ബിഗാൻ റിയറിങ് ആനിമൽസ്. ഓക്കെ, ആനിമൽസിനെ കൂടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ഈ ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ, ഓക്കെ, ഇങ്ങനത്തെ പശു, ആട്, അങ്ങനത്തെ നമ്മളിപ്പം വീട്ടിലൊക്കെ വളർത്തുന്ന ആനിമൽസിനെയൊക്കെ വളർത്താൻ തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ അവർ വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. ആദ്യം എന്താണ് പറഞ്ഞത്? റിവറിൻ്റെ തീരത്തു നിന്നല്ലേ പറഞ്ഞത്, പക്ഷെ പിന്നെ അത് അവർ വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. സുലൈമാൻ റേഞ്ചിനും കിർത്താർ ഹിൽസിനെയും പറ്റി ഇപ്പോൾ പറഞ്ഞത് എന്താണ്? അവിടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? അപ്പം അതല്ലാത്ത ഏരിയയിൽ പിന്നെ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അത് പിന്നെ ഡെവലപ്ഡ് ആയിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഗാരോ ഹിൽസ്,
ഗാരോ ഹിൽസ് എവിടെയാണ്? നോർത്ത് ഈസ്റ്റിലാണ്, മേഘാലയയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഗാരോ ഹിൽസ് അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലെ വിന്ധ്യാസ് ഈ റീജിയനിലൊക്കെ പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്ഡ് ആയിട്ടുള്ള റീജിയനാണ്. ഓക്കെ, ആദ്യമായിട്ട് റൈസ് എവിടെയാണ് ഗ്രൗണ്ട് ചെയ്തത്? വിന്ധ്യാസിൻ്റെ നോർത്തിലാണ്. ഓക്കെ, അപ്പോൾ 3 ക്രോപ്പിനെ പറ്റി പറഞ്ഞു. സുലൈമാൻ ആൻഡ് കിർത്ത റേഞ്ച് പറഞ്ഞു, അവിടെ വീറ്റ് ആൻഡ് ബാർലി ആണ്. ഈ വിന്ധ്യാസിൻ്റെ നോർത്തിലാണ് ആദ്യമായിട്ട് റൈസ് ഉണ്ടാകുന്നത്. ഓക്കെ, വില്ലേജസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വില്ലേജസ് കഴിഞ്ഞാൽ പിന്നെ സിറ്റീനെ പറ്റിയാണ് പറയാനുള്ളത്. About 4,700 years ago, some of the earliest cities flourished on the banks of Indus and its tributaries. ഓക്കെ, ഇൻഡസ് നദിയുടെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും തീരങ്ങളിലായിട്ടാണ് ഒരു 4,700 years ago, ഓക്കെ, 4700 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് സിറ്റീസ് വരാൻ തുടങ്ങിയത്. അതിനുശേഷം ഏകദേശം ഒരു 2,500 years ago cities developed on the banks of the Ganga and its tributaries. ഓക്കെ, ഈ 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗംഗയുടെ തീരങ്ങളിലെല്ലാം സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ സീ കോസ്റ്റിലൊക്കെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറിയുടെയും തീരത്താണ്. നെയിംസ് ഓഫ് ദ ലാൻഡ്. Two of the words we often use for our country are India and Bharat. ഇന്ത്യയെ നമ്മൾ 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഇന്ത്യ, പിന്നെ ഒന്ന് ഭാരത്, അല്ലേ? അപ്പോൾ ഈ നെയിംസ് എങ്ങനെയാണ് വന്നത്? നെക്സ്റ്റ് നമുക്ക് അതാണ് നോക്കേണ്ടത്. ഇന്ത്യ എന്നുള്ള പേര് വന്നത് ഇൻഡസ് എന്ന് പറഞ്ഞ റിവറിൽ നിന്നാണ്. ഓക്കെ, ഇൻഡസിൻ്റെ വേറൊരു നെയിം എന്താണ്? സിന്ധു എന്നാണ് ഇൻഡസിൻ്റെ വേറൊരു പേര്. അതായത് സംസ്കൃതത്തിൽ ഇൻഡസിനെ പറയുന്നത് സിന്ധു എന്നാണ്. ഓക്കെ, ഈ ഇറാനിയൻസ്, ഗ്രീക്സ് ഇവരെല്ലാവരും ഇന്ത്യയിൽ 2,500 years മുമ്പേ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാം തന്നെ ഫെമിലിയർ ആയിരുന്നു ഇൻഡസ് റിവർ. അവർ ഇൻഡസ് റിവറിനെ കോൾ ചെയ്തത് എന്താണ്? ഹിൻഡോസ് ഓർ ദ ഇൻഡോസ്. ഓക്കെ, ഹിൻഡോസ് അല്ലെങ്കിൽ ഇൻഡോസ് ഈ 2 പേരിലാണ് ഇറാനിയൻസും ഗ്രീക്സും ഒക്കെ ഇൻഡസിനെ വിളിച്ചിരുന്നത്. ആൻഡ് ദ ലാൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദ റിവർ വാസ് കോൾഡ് ഇന്ത്യ. അപ്പം ഈ ഇൻഡോസ് അല്ലെങ്കിൽ ഇൻഡസിൻ്റെ ഈസ്റ്റിൽ വരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് അവർ അതിനെ ഇന്ത്യ എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യ എന്നുള്ള പേര് വന്നത്. ഈ ഇൻഡോസ് അല്ലെങ്കിൽ ഹിൻഡോസ് അതിനകത്തു നിന്നാണ് ഇന്ത്യ എന്നുള്ള പേര് വരുന്നത്. ദ നെയിം ഭരത വാസ് യൂസ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദി നോർത്ത് വെസ്റ്റ്. ഓക്കെ, നോർത്ത് വെസ്റ്റിൽ താമസിച്ചിരുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിക്കുന്ന പേരായിരുന്നു ഈ ഭരത എന്നുള്ളത്. ഈ ഋഗ്വേദയിലും ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഭരദാസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് ഋഗ്വേദ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പം ജസ്റ്റ് അതെന്താണെന്ന് മാത്രം നോക്കാം. ഋഗ്വേദ ഏർലിയസ്റ്റ് കോമ്പോസിഷൻ ഇൻ സാൻസ്ക്രിറ്റ്. ഓക്കെ, സാൻസ്ക്രിറ്റിലെ ഏർലിയസ്റ്റ് കോമ്പോസിഷനാണ് ഋഗ്വേദ. ഡേറ്റഡ് ടു അബൌട്ട് 3,500 years ago. ഒരു 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സാൻസ്ക്രിറ്റിലെ ആദ്യത്തെ കോമ്പോസിഷനാണ് ഈ ഋഗ്വേദ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് 2 പേരുകൾ, ഇന്ത്യ ആൻഡ് ഭാരത്. ഇങ്ങനെയാണ് ഈ 2 നെയിംസും നമുക്ക് നമ്മുടെ രാജ്യത്തിന് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്കറിയാനുള്ളത് എങ്ങനെയാണ് ഈ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഫൈൻഡിങ് ഔട്ട് ദ പാസ്റ്റ് എങ്ങനെയാണ്? ദർ ആർ സെവറൽ വേസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ പാസ്റ്റ്. ഓക്കെ, ഒരു വഴിയല്ല, നമുക്ക് പാസ്റ്റ് കണ്ടുപിടിക്കാൻ പല വഴികളുണ്ട്. അതിൽ ഫസ്റ്റാണ് മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, മാനുസ്ക്രിപ്റ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ എഴുതി വെച്ചിട്ടുള്ള, കൈകൊണ്ട് എഴുതി വെച്ചിട്ട് കാര്യങ്ങളാണ് ഈ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാനുസ്ക്രിപ്റ്റ്സ് യൂഷ്വലി എഴുതുന്നത് 2 രീതിയിലാണ്. ഒന്ന് പാം ലീഫിലാണ്. ഓക്കെ, പാം ലീഫിലാണ് ഒന്ന് എഴുതുന്നത്. ഇനി അതല്ലെങ്കിൽ ബേർച്ച് എന്ന് പറഞ്ഞ ഒരു ട്രീ ഉണ്ട്. ആ ട്രീയുടെ ബാർക്ക് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തെടുക്കും ഈ മാനുസ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ആയിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലാണ് മാനുസ്ക്രിപ്റ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ബേർച്ച് എന്ന് പറഞ്ഞ ട്രീ ഉണ്ടായിരുന്നത് ഹിമാലയാസിലാണ്. ഓക്കെ, ആ റീജിയനിലാണ് ഈ ട്രീസ് ഉണ്ടായിരുന്നത്. Manuscripts dealt with all kinds of subjects: religious beliefs and practices, the lives of kings, medicines and science. Okay, മാനുസ്ക്രിപ്റ്റ്സ് ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു തീമിനെ ഡിപ്പെൻഡ് ചെയ്ത് എഴുതുന്നതല്ലായിരുന്നു.
എല്ലാ തീംസും നമുക്കതിൽ കാണാൻ പറ്റും. റിലീജിയസ് ബിലീഫ് ആണെങ്കിലും കിങ്സിനെ പറ്റിയിട്ട് മെഡിസിൻ, സയൻസ് എല്ലാ തീംസും റിലേറ്റഡ് ആയിട്ടും മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ there were epics, poems, plays, ഓക്കെ, ഇതെല്ലാം ഉണ്ടായിരുന്നു മാനുസ്ക്രിപ്റ്റ്സിൽ. ആൻഡ് മെനി ഓഫ് ദിസ് were written in Sanskrit. Others were in Prakrit and Tamil. ഓക്കെ, മെയിനായിട്ട് കൂടുതൽ മാനുസ്ക്രിപ്റ്റ്സും എഴുതിയിട്ടുണ്ടായിരുന്നത് സാൻസ്ക്രിറ്റിലായിരുന്നു. ഓക്കെ, അതല്ലാതെ പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഒന്ന് പ്രകൃത്, പിന്നെ തമിഴ്. പ്രകൃത് എന്ന് വെച്ചാൽ ഓർഡിനറി പീപ്പിൾ, കോമൺ പീപ്പിൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരുന്നു പ്രകൃത്. ഓക്കെ, അപ്പോൾ ഈ 3 ലാംഗ്വേജസിലാണ് മാനുസ്ക്രിപ്റ്റ്സ് കൂടുതലും എഴുതിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് മാനുസ്ക്രിപ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇൻസ്ക്രിപ്ഷൻ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സർഫേസിലാണ് എഴുതുന്നത്. ഓക്കെ, ഒരു സ്റ്റോൺ അല്ലെങ്കിൽ മെറ്റൽ അങ്ങനത്തെ ഹാർഡായിട്ടുള്ള സർഫേസിൻ്റെ മുകളിലാണ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാവുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് എഴുതുന്നത്. സംടൈംസ് കിങ് ഓർ ദർ ഓർഡേഴ്സ് ഇൻസ്ക്രൈബ്ഡ് സോ ദാറ്റ് പീപ്പിൾ കുഡ് സീ, റീഡ് ആൻഡ് ഒബേ ദം. ഓക്കെ, അപ്പം ചില സമയത്ത് കൂടുതലും ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ രാജാവിൻ്റെ ഓർഡേഴ്സൊക്കെ, ഓക്കെ, നിയമങ്ങളൊക്കെ ഈ പ്രജകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ റോക്കിലൊക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കുമായിരുന്നു. ഓക്കെ, ഈ റൂൾസ് ഒന്നും അല്ലാതെ വേറെയും കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള, എസ്പെഷ്യലി കിങ്സും ക്യൂൻസും ഒക്കെ അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കാറുമുണ്ട്. ഓർഡേഴ്സും ലോസും മാത്രമല്ല ഓർഡേഴ്സ് ചെയ്ത് വെക്കുന്നത്, അവർ ചെയ്ത കാര്യങ്ങൾ, അവർ അതുപോലെ തന്നെ ഏതെങ്കിലും ബാറ്റിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ, യുദ്ധങ്ങളിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കുമായിരുന്നു. ഹിസ്റ്ററീനെ പറ്റി പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ആർക്കിയോളജി. ഓക്കെ, സോ ആർക്കിയോളജിസ്റ്റ് സ്റ്റഡി ദ റിമൈൻസ് ഓഫ് ബിൽഡിങ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബ്രിക്ക്, പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചർ. പാസ്റ്റിലുണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെ റിമൈൻസ്, അതുപോലെ തന്നെ സ്റ്റോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പെയിൻറ്റിങ്സ്, സ്കൾപ്ചർ, ഇതൊക്കെ ആർക്കിയോളജിസ്റ്റ് പഠിക്കും. എന്നിട്ടാണ് നമുക്ക് Archaeologists study the remains of buildings made of stone and brick, paintings and sculpture. They also explore and excavate to find tools, weapons, pots, pans, ornaments and coins. Some of these objects may be made of stone, others of bone, baked clay or metal. Okay. So, ബിൽഡിങ്സിൻ്റെ പഴയ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെ റിമൈൻസ്, അതുപോലെ തന്നെ സ്റ്റോൺ, ബ്രിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ആർക്കിയോളജിസ്റ്റാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിഗ് ചെയ്തിട്ട് അവർ എക്സ്കവേറ്റ് ചെയ്യും, എന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പണ്ട് യൂസ് ചെയ്തത്, എന്തൊക്കെ മെറ്റലായിരുന്നു യൂസ് ചെയ്ത്, അവിടുത്തെ പോട്ട്സ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, കളർ എന്താണ്, അതുപോലെ എന്തെങ്കിലും ഈ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, സോഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എക്സ്കവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആർക്കിയോളജിസ്റ്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മാനുസ്ക്രിപ്റ്റ്സ്, പിന്നെ ഒന്ന് ഇൻസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ ആർക്കിയോളജി. ഓക്കെ, വാട്ട് ഡു ഡേറ്റ്സ് മീൻ? നമ്മളിപ്പം ഡേറ്റ്സ് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം ഏതാണ് ഇയർ? 2020 ആണ്. സോ ദാറ്റ് മീൻസ് 2020 years ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ക്രൈസ്റ്റ് അല്ലേ? All dates before the birth of Christ are counted backwards and usually have the letter BC, before Christ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് BC ആൻഡ് AC, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി മീൻസ് ഇൻ ദ ഇയർ ഓഫ് ലോഡ്. ഓക്കെ, ബട്ട് ഇപ്പം കുറച്ചും കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് CE, കോമൺ ഇയർ ആണ് ADക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് BCE ആണ് BCക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ ക്രൈസ്റ്റിനെ മാറ്റിയിട്ട് ബിഫോർ കോമൺ ഇറ ആൻഡ് അന്നോ ഡൊമിനി മാറ്റിയിട്ട് കോമൺ ഇറ, ഈ 2 കാര്യങ്ങളാണ് ഇപ്പം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സാണ് BP മീൻസ് ബിഫോർ പ്രസൻറ്റ്. ഓക്കെ, സോ ഇത്രയാണ് ലെറ്റേഴ്സ് ആൻഡ് ഡേറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. BC, AD, CE, BCE ആൻഡ് BP. Thank you.